PTA is the heartbeat of school-parent collaboration. May I now invite Mr. James Nalleparampil, our PTA President, for the felicitation. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനിയായ സിസ്റ്റർ സലീൻ ജോൺ CMC, മുഖ്യാതിഥികളായ ശ്രീ അനീഷ് സാർ, ശ്രീ സുമേഷ് കൂട്ടിക്കൽ, പ്രധാനമായ സന്ദേശം നമുക്ക് തന്ന ശ്രീ ബഹുമാനപ്പെട്ട ഡോക്ടർ കുര്യൻ താമരശ്ശേരി അച്ഛൻ, ബഹുമാനപ്പെട്ട ഹെഡ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഫെൽസി CMC, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നത്തെ ഈ ദിവസത്തെ ഏറ്റവും വലിയ താരങ്ങളായ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മളിവിടെ വന്ന അതിഥികളെ എല്ലാവരെയും ശ്രദ്ധിച്ചു. ഷോർട്ട് ആൻഡ് സ്വീറ്റായ ഒരു മെസ്സേജ് നൽകി സിസ്റ്റർ ജോവാൻ CMC നമുക്ക് ഒരു സന്ദേശം നൽകി. അതിനുശേഷം വളരെ മനോഹരമായി മനുഷ്യനാവുക എന്നതിൻ്റെ ആവശ്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കുര്യൻ താമരശ്ശേരി അച്ഛൻ വിദ്യാഭ്യാസത്തിൽ മനുഷ്യത്വവും മറ്റു മൂല്യങ്ങളും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ശ്രീ സുമേഷ് കൂട്ടിക്കൽ വളരെ മനോഹരമായി നമുക്ക് ഒരു സന്ദേശം നൽകി. ഏറ്റവും ഉപരിയായി നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നുയർത്തുവന്ന തൻ്റെ രണ്ടാം ജന്മത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ശ്രീ അനീഷ് മോഹൻ സാർ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വലിയ ആവേശം നൽകുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. മറ്റുള്ളവർ വിചാരിച്ചാൽ അത് ഭൗതികമായ ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ ആയിക്കൊള്ളട്ടെ, നമ്മൾ പരാജയപ്പെടില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഉയർന്നു പറക്കുവാൻ സാധിക്കുമെന്ന് തൻ്റെ ഹൃദയസ്പർശിയായ ജീവിത കഥയിലൂടെ അനീഷ് സാർ പറഞ്ഞു. അനീഷ് സാർ ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു പോയ ഈ വേദിയിൽ നിന്നുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ വാർഷികാഘോഷ വേദിയിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇന്നത്തെ അതിഥികളെല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായിട്ട് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും കുട്ടികളും PTA-യും എല്ലാം ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളോട് ഒരു ചെറിയ കഥ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ശില്പി ഒരു ദേവാലയത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ ശില്പി ഒരു കല്ലിനെ എടുത്തുകൊണ്ട് ആ കല്ലിനെ കൊത്തി മുറിവേൽപ്പിക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു പ്രതിമ നിർമ്മിക്കുക എന്നുള്ളതാണ് ശില്പിയുടെ ലക്ഷ്യം. കൊത്തി മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ വേദനിച്ച കല്ല് അലറിക്കരയുവാൻ തുടങ്ങി, എന്നെ വേദനിപ്പിക്കരുത്, എന്നെ വേദനിപ്പിക്കരുത് എന്ന്. അപ്പോൾ ശില്പി പറഞ്ഞു, നീ ഈ വേദന സഹിക്കുക, കാരണം ഇതൊരു മഹാദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇവിടുത്തെ ദേവൻ്റെ പ്രതിമയാണ്. ആ പ്രതിമ നിർമ്മിക്കാനാണ് ഞാൻ നിന്നെ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കല്ല് വീണ്ടും ഉറക്കെ കരയുകയാണ്. അത് കണ്ട് മനസ്സുമടുത്ത ശില്പി ആ കല്ലിനെ ഉപേക്ഷിച്ച് മറ്റൊരു കല്ലിനെ തിരഞ്ഞെടുത്തു. ആ കല്ലിനെ അദ്ദേഹം മനോഹരമായി കൊത്തി രൂപാന്തരപ്പെടുത്തി ആ ദേവാലയത്തിൻ്റെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രതിമയെ വന്നു വണങ്ങുന്നു. അതേസമയം വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായ ആ ഒരു ജോലി, തന്നിലേക്ക് വന്നു ചേർന്ന ആ ഒരു ദൗത്യം ഉപേക്ഷിച്ച കല്ലിന് എന്ത് സംഭവിച്ചു? രൂപരഹിതമായ ആ കല്ലിനെ ആ ദേവാലയത്തിൻ്റെ നടപ്പാതയിലെ ചവിട്ടുകല്ലായി അവർ മാറ്റി. ഈ ദേവാലയം സന്ദർശിക്കാൻ വരുന്നവർ ആ കല്ലിനെ ചവിട്ടി മതിക്കുമ്പോൾ വേദന അല്പനേരം സഹിച്ച മറ്റേ കല്ലിനെ അവർ ആരാധിക്കുന്നു, കുമ്പിടുന്നു, ബഹുമാനിക്കുന്നു. ഇതുതന്നെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കുക. കാരണം നിങ്ങളെ നിങ്ങളുടെ അധ്യാപകർ രൂപവൽക്കരിക്കുകയാണ്. നിങ്ങളെ അവർ തിരുത്തും,
ശിക്ഷിക്കും, ശാസിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ അതൊരു വേദനയായി കണക്കാക്കാതെ, അതിന് വഴങ്ങിക്കൊടുക്കാതെ, നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ അവർ രൂപീകരിക്കുകയാണ്, ക്രമപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വിധേയരായി മാറുക. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് 18 20 വർഷങ്ങൾ മാത്രമാണ്. ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗമാണ് ബാക്കി നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം തേടി വരുന്നത്. ഈ 18 20 വർഷം നിങ്ങൾ മാതാപിതാക്കന്മാരുടെ ചെലവിൽ ജീവിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി 80 70 കൊല്ലം നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതേസമയം ഈ ഒരു 20 കൊല്ലം നിങ്ങൾ ത്യാഗം സഹിച്ച്, നിങ്ങൾ നന്നായി കഷ്ടപ്പെട്ട് നിങ്ങൾ ജീവിതത്തിൽ ഉയരുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു മനുഷ്യനായി തീരുവാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല നല്ല മേഖലകളിൽ എത്തിപ്പെടുവാൻ സാധിക്കും. ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾക്ക് സുഖകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. പ്രശസ്തനായ ശില്പി മൈക്കൽ ആഞ്ചലോയെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഡേവിഡ് എന്ന ശില്പം, പിയാത്ത എന്ന ശില്പം, പ്രശസ്തമായ ഒട്ടേറെ ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. വെണ്ടക്കല്ലിൽ കാവ്യം തീർക്കുന്ന ശില്പി എന്നാണ് മൈക്കൽ ആഞ്ചലോ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്രയും വെറും കല്ലുകളിൽ നിന്ന് ഇത്ര മനോഹരമായ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്നതെന്ന്. അപ്പോൾ മൈക്കൽ ആഞ്ചലോ അദ്ദേഹത്തോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാ കല്ലുകളിലും ഒരു ശില്പം ഉണ്ട്, അത് അവിടെ മറഞ്ഞു കിടക്കുന്നു. ആ മറഞ്ഞു കിടക്കുന്ന ശില്പത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊരു ജോലി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ ചെയ്യുന്ന ഈശ്വരീയമായ ഒരു കർമ്മമാണ് അധ്യാപനം എന്നുള്ളത്. നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഓരോ കുട്ടികളും അവരുടേതായ മേഖലകളിൽ എന്തൊക്കെയോ കഴിവുകൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവരാണ്. ചിലർക്ക് പാടുവാനായിരിക്കും, ചിലർക്ക് പഠിക്കുവാനായിരിക്കും, ചിലർക്ക് നല്ലതായിട്ട് സംസാരിക്കുവാനായിരിക്കും, ചിലർക്ക് നല്ലതായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിരിക്കും. അവർക്ക് യോജിച്ച മേഖലകൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതും അവരുടെ ഉള്ളിലെ ആ യഥാർത്ഥ സ്വത്വത്തെ പൂർണ്ണമായ ഒരു ബിംബമായി, തെളിച്ചമുള്ള ഒരു ബിംബമായി പുറത്തു കൊണ്ടുവരേണ്ടതും നിങ്ങളുടെ കർമ്മമാണ്. അതുകൊണ്ടാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് കേവലം ഒരു ജോലിയല്ല, അത് ഈശ്വരീയമായ ഒരു കർമ്മമാണ് എന്ന് പറയുന്നത്. ഈ ഇൻഫന്റ് ജീസസ് സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ ജോലി വളരെ കൃത്യമായി, തങ്ങളുടെ കർമ്മം വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. വർഷങ്ങളായിട്ട് ഞാൻ ഈ സ്കൂളുമായിട്ട് പല വിധത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഈശ്വരീയമായ കർമ്മം വളരെയധികം ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളത് ഒരൊറ്റ വാചകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ വിശേഷിപ്പിക്കുന്നത്: ഇൻ്റലിജൻസ് പ്ലസ് ക്യാരക്ടർ, ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് ട്രൂ എഡ്യൂക്കേഷൻ. യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധിശക്തിയുടെയും സ്വഭാവത്തിൻ്റെയും പൂർണ്ണമായ വളർച്ചയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഈ ഒരു വളർച്ച ക്യാരക്ടറും ഇൻ്റലിജൻസും ക്യാരക്ടറും വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളുടെ പങ്ക് ഒരു ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാം, ഏതാനും മണിക്കൂറുകൾ മാത്രമേ കുട്ടികൾ സ്കൂളിൽ ചിലവഴിക്കുന്നുള്ളൂ. ബാക്കി സമയത്ത് അവർ ചിലവഴിക്കുന്നത് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിലാണ്. അതുകൊണ്ട് കുടുംബവും ഒരു വിദ്യാലയമാണ് എന്ന് ഓർക്കുക. നമ്മൾ ഇന്ന് സാറ് ഏറ്റവും അവസാനം കാണിച്ചു തന്നത് അതാണ്. പറയുന്നതല്ല, കാണുന്നതാണ് നമ്മൾ മുതിർന്നവർ പോലും കാണിക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ കുട്ടികളും അനുകരിക്കുക എന്ന് നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടല്ലോ. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ സത്യസന്ധത പാലിക്കുമ്പോൾ കുട്ടികൾ സത്യസന്ധത പഠിക്കും. നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവർ സ്നേഹിക്കുവാൻ പഠിക്കും. നമ്മൾ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ വേണ്ടി ഒട്ടേറെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതോടൊപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമയം കൂടി അവർക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ളതാണ്. അവർ പറയുന്നത് കേൾക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കണം. അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ സ്വപ്നങ്ങളും കേൾക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ തയ്യാറാവണം.
അറിവിനൊപ്പം വിനയവും മാർക്കിനൊപ്പം മനുഷ്യത്വവും നമ്മുടെ മക്കളിൽ വളർത്തുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ വിദ്യാലയത്തിൻ്റെ PTA വളർച്ചയിൽ നിങ്ങളെല്ലാവരും നൽകുന്ന പരിപൂർണമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വാർഷികാഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ, നമ്മുടെ കുഞ്ഞുകുട്ടികൾ, എല്ലാവർക്കും, പ്രത്യേകിച്ച് PTA എക്സിക്യൂട്ടീവിനെ ഈ വേദിയിൽ പ്രത്യേകമായി ഓർക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവരെ ഒന്ന് അറിയിച്ചാൽ മതി, അവർ സമയം ചെലവഴിച്ച് ലീവ് പോലും എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഇനി സുമേഷ് കൂട്ടിക്കലിൻ്റെ സംഗീത പ്രോഗ്രാം ഇവിടെയുണ്ട്. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വ്യക്തമാക്കുന്ന ഒരുപാട് കലാപരിപാടികൾ അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ആസ്വദിക്കാം. ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ ചേർത്തത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമാണെന്ന് തന്നെ മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കുട്ടികളുടെ വ്യക്തിപരമായ വികാസത്തിൽ, അവരുടെ ട്രെയിനിങ്ങിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാം, നമ്മുടെ സുമേഷിൻ്റെ സംഗീത പരിപാടികൾ ആസ്വദിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു. എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.